നമസ്കാരം. നമസ്തേ. തൃശ്ശൂർ പൂരത്തിന് ഒരുക്കിയിരുന്ന പടക്കശാലയ്ക്ക് തീപിടിച്ചു വൻ ദുരന്തമുണ്ടായതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ആളെ, താരിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം നൗഗാം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അനന്തനാഗ് ജില്ലയിൽപ്പെടുന്ന, കാശ്മീർ വാലിയിലുള്ള ജില്ലയിൽപ്പെടുന്ന ഒരാളാണെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി ഗുരുവായൂർ സന്ദർശിച്ച് വലിയ വിവാദമുണ്ടായി. അത് ഫോട്ടോ എടുത്ത അല്ലെങ്കിൽ വീഡിയോ പകർത്ത ഒരാളെ, രാജു എന്ന പത്രപ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവം പുറത്തു വരികയും അത് വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ചീഞ്ഞു നാറുന്നു എന്നല്ലേ കരുതേണ്ടത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതീവ ഗുരുതരവും ദുരൂഹവുമായ വാർത്തകളാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച മുണ്ടത്തിക്കോട് സ്ഫോടനം, അവിടെ നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പടക്കങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നെടുക്കം മാറിയിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. കാശ്മീർ വാലിയിലുള്ള ശ്രീനഗറിന് സമീപമുള്ള ജില്ലയാണ് അനന്തനാഗ്. ആ അനന്തനാഗിലെ നൗഗാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന ഒരു വ്യക്തി, താരിഖ് അഹമ്മദ്, അയാളെ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, ഈ വ്യക്തി അവിടെ ചില ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇയാൾ ചില മിഠായികൾ വിതരണം ചെയ്യുന്നു. ആ മിഠായികളുടെ റാപ്പറിന്റെ പുറത്ത് ഈദ് മുബാറക്കെന്നും മറ്റ് ഇസ്ലാമിക വചനങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയ റാപ്പറുകളാണ്. അപ്പൊ ഇത് ചില സംശയങ്ങൾ അവിടെ ഉണ്ടാക്കുകയും പെട്ടെന്ന് ആൾക്കാരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇയാൾ അവിടെ നിൽക്കാതെ ഇയാൾ ശുചിമുറിയിലേക്ക് പെട്ടെന്ന് പോയി. അവിടെ ചെന്നപ്പോഴും ഇയാൾ ശുചിമുറിയിലെ തൊഴിലാളികളുമായിട്ട് ഇയാൾ എന്തോ തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായതിനെ തുടർന്നാണ് അവരാണ് പോലീസിനെ പെട്ടെന്ന് വിളിച്ചു വരുത്തുകയും ഇയാളെ തടഞ്ഞു വെക്കുകയും ചെയ്ത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. പെട്ടെന്ന് തന്നെ പോലീസ് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പറഞ്ഞ് ഇയാളെ അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. അത് തന്നെ വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. മാനസികാസ്വസ്ഥതയുള്ള ഒരാള് കാശ്മീർ വാലിയിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരള സംസ്ഥാനത്തെത്തി, അത് ആ ക്ഷേത്ര പരിസരത്തെത്തി ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപക്ഷെ കേരള പോലീസിന് മാത്രം വിശദീകരിക്കാൻ പറ്റുന്ന ചില സംഭവവികാസങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞ പോലെ ഗുരുവായൂർ ക്ഷേത്രം കുറച്ച് ദിവസമായിട്ട് വിവാദങ്ങളുടെ ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ സന്ദർശിക്കുന്നു. എന്ത് തെറ്റാണ് മുഖ്യമന്ത്രിയുടെ മകൻ സന്ദർശിക്കുന്നതിൽ? ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ആ സന്ദർശിക്കുന്നത് ഒരു VIP സന്ദർശനം വരുമ്പോൾ ഗുരുവായൂർ ക്ഷേത്ര അധികൃതർ തന്നെയാണ് സാധാരണ മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചറിയിക്കുന്നത്. പക്ഷെ വിവേകിന്റെ സന്ദർശനത്തിൽ അവിടെ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ വീഡിയോ പകർത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുകയും ചെയ്യും. അപ്പോ ഇതെന്താണ് അവസ്ഥ? ഇങ്ങനെ ചില VVIPകൾ വരുമ്പോൾ അവരുടെ ഫോട്ടോ പകർത്താം, വീഡിയോ പകർത്തണം, അതിനുവേണ്ടി സർവ്വ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അതുപോലൊരു വലിയ VVIP വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അതെന്താ? അദ്ദേഹം എന്തെങ്കിലും രഹസ്യ മിഷനുമായിട്ടാണോ വന്നത്? അതൊരു ചോദ്യമല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്. അപ്പോ ഇത് കണക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ഒരു വ്യക്തി ഇവിടെ എത്തിയത്? എന്തായിരുന്നു അയാൾക്ക് ഈ ക്ഷേത്ര പരിസരത്തുള്ള ഒരു റോള്? അത് മാനസികാസ്വാസ്ഥ്യം, ഒരു ഏതൊരു കുറ്റവാളിയും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള പൊതുവായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി സാധാരണഗതിയിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടത്തില്ല എന്നൊരു പൊതുചിന്തയുണ്ട്. ആ അർത്ഥത്തിൽ ആര് വേണമെങ്കിലും ചെറിയ മാനസികാസ്വസ്ഥത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വന്ന വ്യക്തി താരിഖ് അഹമ്മദിന്റെ പ്രവർത്തികൾ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് അയാൾക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അയാൾ വെറുതെ ഒരു വിവാദം സൃഷ്ടിക്കാൻ വന്നതാണോ? ആരാണ് അയാളെ ഇവിടം വരെ കൊണ്ടുവന്നത്? പിന്നെ നൗഗാം ജില്ലയെ പറ്റി പറയുമ്പോൾ നൗഗാം ഏരിയയെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് അനന്തനാഗ് ജില്ലയെ പറ്റി പറയുമ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്.
അതായത് കാശ്മീർ വാലിയിലെ തീവ്രവാദം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത വാലിയോട് ചേർന്ന് കിടക്കുന്ന സബർബൻ ഏരിയയാണ് ഈ അനന്തനാഗ് ജില്ല. പ്രത്യേകിച്ച് അനന്തനാഗ് ജില്ലയിലെ ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ പരിധി. നൗഗാം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അവിടെ ഒരു വലിയ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ 9 ആൾക്കാർ കൊല്ലപ്പെട്ടു, 13 പേർക്ക് പരിക്കേറ്റു. അതൊരു അട്ടിമറിയാണോ അല്ലയോ എന്നുള്ളത് ഇന്നുവരെയും കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് മറ്റൊരു NIAയുടെ അന്വേഷണത്തിൽ മറ്റൊരു വാർത്ത പുറത്തു വന്നു. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ വൈറ്റ് കോളർ സെൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വിദ്യാസമ്പന്നരായ ആൾക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരെ തീവ്രവാദികളാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു വിഭാഗം. അവരുടെ കേന്ദ്രമാണ് ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ അതിർത്തി. അതായത് കാശ്മീർ വാലിയിലെ ശ്രീനഗറിൽ അതീവ സുരക്ഷ ചെക്കിങ്ങുകളൊക്കെ വന്നപ്പോൾ തൊട്ടടുത്ത ജില്ലയിലേക്ക് ഇവർ മാറുകയും അവിടെ അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഈ 2025 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ റെഡ് ഫോർട്ടിനടുത്ത ഒരു പള്ളിയിൽ സ്ഫോടനം നടന്ന വാർത്ത നമ്മൾ വായിച്ചിരിക്കാമല്ലോ. പള്ളിയല്ല, പള്ളിയുടെ പുറത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഒരു കാറിൽ സ്ഫോടനം നടന്ന വാർത്ത നമ്മൾ വായിച്ചിരിക്കാമല്ലോ. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നൗഗാമിൽ നിന്നാണ് വന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3000 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഡൽഹിയുടെ പ്രാന്തപ്രദേശമായ ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുക്കുമ്പോൾ ആ സ്ഫോടക വസ്തുക്കളുടെ ഉത്ഭവസ്ഥാനം നൗഗാമാണെന്നാണ് NIA അന്ന് കണ്ടെത്തിയതായിട്ടാണ് അന്ന് മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വന്നത്. അപ്പം നൗഗാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു കാശ്മീർ ഗ്രാമമല്ല. നൗഗാം പ്രക്ഷുബ്ധമായ ഇപ്പോഴത്തെ 2025 മുതൽ തീവ്രവാദത്തിന്റെ ഒരു പ്രഭവസ്ഥാനമായിട്ട് മാറിയിരിക്കുന്ന വൈറ്റ് കോളർ ടെററിസം എന്ന പുതിയ പ്രതിഭാസത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് നൗഗാം പോലീസ് സ്റ്റേഷൻ അതിർത്തി, അല്ലെങ്കിൽ അനന്തനാഗ് ജില്ല. ആ അനന്തനാഗ് ജില്ലയിലെ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് നിസ്സാരമായിട്ട് ഈ വ്യക്തിയെ തള്ളിക്കളയാൻ പറ്റില്ല. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം? ഇത് ഇവിടെയൊക്കെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പിന്തുണയില്ലാതെ ഇത്തരം വ്യക്തികൾക്കൊന്നും കേരളത്തിൽ വരാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇയാൾ വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ക്രൈമുകളിൽ മുൻ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ റെക്കോർഡിൽ അത് വരും. അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഏജൻസീസ് ഇയാളെ ചെക്ക് ചെയ്യും. ഇയാൾ അവിടുന്ന് എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്? എന്തായാലും ഒന്നുകിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളായിരിക്കണം, അതല്ലെങ്കിൽ കൊച്ചിയാണ്. അടുത്തുള്ള 2 എയർപോർട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അതല്ല, കോയമ്പത്തൂർ വന്നിട്ട് റോഡ് മാർഗം വന്ന ആളാണോ? ഇയാൾ എങ്ങനെയാണ് ഈ സ്ഥലത്തെത്തിയത്? ഇയാൾ എവിടെയാണ് താമസിച്ചത്? ഇയാൾ അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. കാരണം ഈ അടുത്ത ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരു കേരളത്തിൽ നിന്നും ISISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ ഒരു വ്യക്തി അവിടെ താമസിച്ചിരുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അറിയേണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രദേശത്തേക്കുള്ള ഒരു ആരുടെ സന്ദർശനവും ഭക്തി കൊണ്ട് മാത്രമല്ല, ചില സന്ദർശനങ്ങളുടെ പിന്നിൽ ഭക്തി അല്ലാത്ത എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വ്യക്തികളെ ഒന്നും ഞാൻ പേരെടുത്ത് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ തന്ത്രപ്രധാനമായ ചില സന്ദർശനങ്ങൾ, അതായത് മാധ്യമങ്ങളെ വിലക്കുന്ന സന്ദർശനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുണ്ടോ? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വേണ്ടാന്ന് പറയുന്നത്? ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു വ്യക്തി മാത്രമായിരിക്കില്ല അതിൽ തെളിയുന്നത്. ചിലപ്പം അപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന ആ ഫോട്ടോയുടെ ഫ്രെയിമിൽ വരുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരുപാട് മേഖലകളിലേക്ക് വാതായനങ്ങൾ തുറക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സംസ്ഥാനത്തിന്റെ സ്ഥിതി അങ്ങ് മാറി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പലയിടത്തും അക്രമങ്ങൾ നടക്കുന്നു, പോലീസ് അതിക്രമങ്ങൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുൻ DGP തന്നെ പറയുന്നു, പോടാ പുല്ലേ പോലീസേ എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് അതിക്രമങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.
ഇനിയും നമ്മൾ അധികാരമാറ്റം നടക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണോ? അല്ല അധികാരം നഷ്ടപ്പെടാൻ പോവാന്ന് കണ്ടിട്ട്. ശ്രീലേഖ IPS പോലീസിനെതിരെ വിളിക്കുന്ന പോടാ പുല്ലേ പോലീസെ വിളിക്കുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു എന്തായാലും. എന്തായാലും എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ പോലെ തൃശ്ശൂരിലാണെന്നാണ് ഈ നാറ്റം കൂടുതൽ വരുന്നതെങ്കിലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ദുർഗന്ധം വ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ വേറൊരു ദിവസമായിട്ട്. എന്തൊക്കെയോ അതായത് വിവേക് തായ്ക്കണ്ടി മാത്രമല്ല, ഈ ഭരണം മാറുന്നു, ഇടതുപക്ഷത്തിന് LDFന് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല, ദയനീയമായി പരാജയപ്പെടും എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പം പല തരത്തിലുള്ള ഇവിടെ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റൊന്നുമില്ലല്ലോ. അയ്യോ, അത് തീർച്ചയായിട്ടും അത് സംശയിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്തരം സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ തൃശ്ശൂരെ സ്ഫോടനം, ഈ ഗുരുവായൂരിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യം, ഇതൊക്കെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് 2025 ഏപ്രിലായിരുന്നു കശ്മീരിൽ മറ്റൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായത്. അതിന്റെ 1-ാം വാർഷികമാണിത്. ഏറ്റവും ആ 1-ാം രസകരമായ കാര്യം, വാർഷികത്തിലാണ് ഈ അതോടൊപ്പം നമ്മൾ രസകരമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിമിഷം വരെ ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒന്ന് സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായുള്ള കാര്യമാണ്. 100% അദ്ദേഹം ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? അതുപോലും ഞാൻ സംശയിക്കുന്നു. പൊതുവെ ഉള്ളൊരു അനുശോചന പ്രകടനം അല്ലാതെ അതിനപ്പുറത്തേക്ക് നീളുന്ന ഒരു ഗൗരവമുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയും കൂടാണ്. അപ്പോ അദ്ദേഹം ഗൗരവമേറിയ ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രം, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഏതോ ഒരു ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ അവിടെ വന്ന് പറയുന്നത് കേട്ടു, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം അവിടെ സന്ദർശിക്കേണ്ടതാണല്ലോ, ഹെലികോപ്റ്റർ ഉണ്ടല്ലോ എപ്പോഴും. 10 മിനിറ്റോടെ പറഞ്ഞെത്താനുള്ള സ്ഥലമല്ലേ ഉള്ളൂ അവിടെ ഗുരുവായൂർ. തീർച്ചയായിട്ടും ഈ മൊത്തത്തിൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ വല്ലാത്ത ദുരൂഹതകൾ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു കേരളത്തിലെ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തൽക്കാലം ഞാൻ വ്യക്തികളുടെ പേര് പറയാതിരിക്കുന്നത് ഊഹാപോഹങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ സമൂഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ഒരുപാട് വ്യക്തികളുടെ പേരുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് സമൂഹത്തിനെ നമുക്ക് തടയാനോ ഇല്ലാതാക്കാനോ ഒന്നും പറ്റില്ല. സമൂഹത്തിന്റെ സംശയങ്ങളെ ഇല്ലാതാവണമെങ്കിൽ സുതാര്യമായ ഭരണ സംവിധാനങ്ങൾ നിലവിൽ വരണം. ആ ഭരണത്തിലെ സുതാര്യതയും പോലീസ് നിഷ്പക്ഷവും നീതിപൂർവമായിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥ വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ സമാധാനം വരുള്ളൂ. പോലീസിന് നിഷ്പക്ഷതയില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടത്? ആർക്കു വേണ്ടിയാണ് ഈ അവസാന നിമിഷം എതിരാളികളെയൊക്കെ വളഞ്ഞിട്ട് തല്ലുന്നത്? ആർക്കു വേണ്ടിയാണ് ചിലരുടെയൊക്കെ വായ മൂടിക്കെട്ടുന്നത്? ഇതൊക്കെ ഗൗരവമേറിയ വിഷയമാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനൊക്കെ ഒരു ഉത്തരം പുതിയ സർക്കാർ വന്നതിന് ശേഷമെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ അടവ് നയങ്ങളുടെ തുടർച്ച ആവാതിരിക്കട്ടെ ഇനി വരുന്ന ഭരണാധികാരികൾ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ തൽക്കാലം സമയപരിമിതി നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.